അങ്ങനെ റമദാൻ 3 ആയല്ലേ, എത്ര പെട്ടെന്നാണ് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ മുളക ബജിയില്ലേ, അത് ഫില്ലിങ് വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാ ഉണ്ടാക്കുന്ന ചിക്കൻ ഫില്ലിങ്ങിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ കല്ലുമ്മക്കായില്ലേ, അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തലിനൊക്കെ ആക്കുന്ന പോലെ തന്നെ സവോള ചെറുതായി കട്ട് ചെയ്തിട്ടതിലേക്ക് ഒരു 2 പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലും, അധികം മസാലകളൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ കല്ലുമ്മക്കായൻ്റെ ആ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അരിയൊക്കെ ഇല്ല, ആ മുളകിൻ്റെ അതൊക്കെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. ഞാനതൊക്കെ എടുത്ത് മാറ്റി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് പോകാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമ്മൾ കല്ലുമ്മക്കായ് പുഴുങ്ങി വെച്ചതാണ്, ചെറിയ കല്ലുമ്മക്കായ്, നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും പിന്നെ കുറച്ചും കൂടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം മസാലകൾ ഇതിന് വേണ്ട, മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇത് ഇങ്ങനെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം മുളക് തന്നെ ആയതുകൊണ്ട് പിന്നെ പച്ചമുളക് ചേർക്കണമെന്നില്ല. പക്ഷേ കുറച്ചൊരു എരിവ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പച്ചമുളക് ചേർത്തത്, കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ മുഴുവനായിട്ട് ഞാൻ എടുത്ത് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു, തീരെ എരിവില്ലാണ്ടിരിക്കാൻ വേണ്ടി. ഇനി ഇതാ ഞാൻ സാധാരണ നമ്മൾ മുളക് ബജി ഉണ്ടാക്കുമ്പം കടലമാവ് തയ്യാറാക്കില്ല, അതുപോലെ തന്നെ കുറച്ച് കടലമാവും ഉപ്പും കൂടി ചേർത്തിട്ട് തിക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അധികം തിക്കാക്കിയിട്ടില്ല, അപ്പോൾ കടിച്ച് കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും, ഒരു മാവ് മാത്രം കൂടുതലുള്ള പോലെ തോന്നും. അങ്ങനെ എല്ലാ മുളകും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഫ്രൈ ചെയ്തെടുത്ത വലിയൊരു മുളകാണിത്. ഇത് ശരിക്കും കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ, പക്ഷേ ആ മുളകിൻ്റെ ഒരു സ്ട്രക്ചർ ഫുള്ളായിട്ട് കാണുമ്പോഴല്ലേ രസം, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ നോമ്പറിൻ്റെ സ്നാക്കാണിത്. താങ്ക് യു.